ഇന്ദ്രജിത്ത് തൻ്റെ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അമ്മയെ നോക്കി. ചുണ്ടിലൊരു ചെറിയ പരിഹാസച്ചിരിയും തെളിഞ്ഞു. അമ്മേ, ഞാൻ അത്രക്കും പോറനൊന്നുമല്ല. ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. അമ്മ ഇനി ഓരോന്നും പറഞ്ഞ് എൻ്റെ പിന്നാലെ നടന്ന് വെറുതെ മുഷിയാൻ നിൽക്കണ്ട. ബാക്കി ഞാൻ വന്നിട്ട് പറയാം. അമ്മയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ വേഗത്തിൽ പടികളിറങ്ങി. മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന തൻ്റെ കറുത്ത നിറത്തിലുള്ള കാറിൻ്റെ അടുത്തേക്ക് അവൻ നടന്നു. കീ ഫോബിൽ അമർത്തിയപ്പോൾ കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ മിന്നി. കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൻ കണ്ണാടിയിലൂടെ ഒന്നുകൂടി തൻ്റെ രൂപം നോക്കി ഒന്ന് ശരിയാക്കി. വൈശാലിയമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത അതേ കോഫി ഷോപ്പിലേക്ക് തന്നെയാണ് ഇന്ദ്രജിത്ത് കാർ ഓടിച്ച് കയറ്റിയതും. സിയുടെ തണുപ്പുള്ള ആ കഫയിൽ ഒരു മൂലയിൽ സീറ്റിലേക്ക് അവൻ ചെന്നിരുന്നു. ഇടയ്ക്കിടെ കയ്യിലെ വാച്ചിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ മുഖത്ത് അക്ഷമ നീലിച്ചിക്കുന്നുണ്ടായിരുന്നു. സമയം പകുതി മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇത്രയും നേരമായിട്ടും ഈ പെണ്ണ് ഇതെവിടെ പോയി കിടക്കുക? അവൻ പിറുപിറുത്തു. ക്ഷമ കെട്ട് അവളെ വിളിക്കാൻ ഫോൺ കയ്യിലെടുത്തപ്പോഴാണ് കഫയുടെ ഗ്ലാസ് വാതിൽ തുറന്നുകൊണ്ട് അവൾ അകത്തേക്ക് വന്നത്. അവളെ കണ്ടതും ഇന്ദ്രജിത്തിന്റെ നോട്ടം ഒന്നൊടുക്കി. ആധുനികതും ലാളിത്യവും ഒത്തുചേർന്ന ഒരു ലുക്കായിരുന്നു അവളുടേത്. നല്ല കടും ചുവപ്പ് നിറത്തിലുള്ള ലോങ് കുർത്തയും അതിനിടയിൽ വെളുത്ത ലഗിൻസുമാണ് അവൾ ധരിച്ചിരുന്നത്. കഴുത്തിൽ മനോഹരമായ പ്രിന്റുകളുള്ള ഒരു മിൽമിൽ സ്റ്റോൺ അവൾ സ്റ്റൈലായി ചുറ്റിയിട്ടുമുണ്ട്. നീളമുള്ള തൻ്റെ മുടിയിഴകൾ മുഴുവനായി അയച്ചിട്ടിരിക്കുന്നു. ഓരോ കാറ്റിലും അത് അവളുടെ മുഖത്തേക്ക് പടരുന്നുണ്ടായിരുന്നു. കാതുകളിൽ വെള്ള നിറത്തിൽ വലിയൊരു ചിമ്മിക്ക് ആടുന്നുണ്ട്. വലതുകൈയിൽ ഒന്ന് രണ്ട് മെറ്റൽ വളകളും ഒരു കറുത്ത ചരടും മാത്രം. അവൾ കഫയെ ഒന്നാകെ കണ്ണോടിച്ചു. ഒടുവിൽ മൂലയിരിക്കുന്ന ഇന്ദ്രജിത്തിനെ കണ്ടതും അവളുടെ ശ്വാസമൊന്ന് നിലച്ചു. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഇവന്റെ രൂപം. നല്ല ഉയരം, കടുപ്പമുള്ള കണ്ണുകൾ, വൃത്തിയായി വെട്ടിയൊതുക്കിയ താടി, ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരു പെൺകുട്ടിയും ഒന്ന് നോക്കിപ്പോകുന്ന ഗാംഭീര്യം. അവൾ പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഹായ്, ആം വൈശാലി. വിടർന്ന ചിരിയോടെ കൈ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇന്ദ്രജിത്ത് സീറ്റിൽ നിന്നും പതുക്കെ എഴുന്നേറ്റു. അവളുടെ കയ്യിൽ പിടിച്ചു കൈ കൊടുക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു. ഹായ്, ആം ഇന്ദ്രജിത്ത്. കസേരയിൽ ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ വരാൻ കുറച്ചു നേരം വൈകി അല്ലേ? ഈ സിറ്റിയിലെ ട്രാഫിക് ഭയങ്കര ബ്ലോക്കായിരുന്നു, അതുകൊണ്ടാണ് വൈകിയത്. അവൾ കിതച്ചുകൊണ്ട് കാരണം വിശദീകരിക്കുന്നത് ഇന്ദ്രജിത്ത് ഒന്ന് ഉറ്റുനോക്കി അവളെ. രൂപത്തിൽ പാവമാണെങ്കിലും സ്വഭാവം കുറച്ച് കുസൃതി നിറഞ്ഞതാണോ എന്നവൻ സംശയിച്ചു. അവൻ്റെ ഗൗരവം ഒട്ടും കുറയ്ക്കാതെ തന്നെ അവൻ പറഞ്ഞു. ഓ, അതൊന്നും സാരമില്ല. പക്ഷെ വൈശാലി, ഒരു കാര്യം എനിക്ക് ആദ്യമേ വ്യക്തമാക്കാനുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞിരുന്ന അതേ കണ്ടീഷൻ തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. അതിലൊരു വിട്ടുവീഴ്ചക്കും ഞാൻ തയ്യാറല്ല. അത് കേട്ടതും വൈശാലിയുടെ മുഖത്തെ ആ തിളക്കം പെട്ടെന്ന് അണഞ്ഞു. നല്ലൊരു സൗഹൃദ സംഭാഷണം പ്രതീക്ഷിച്ചു വന്ന അവൾക്ക് അവൻ്റെ ആ വരവേൽപ്പ് ഒട്ടും സുഖിച്ചില്ല. ഇന്ദ്രജിത്ത് നിർത്തിയില്ല. അവൻ തൻ്റെ കർക്കശമായ നിയമങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. എനിക്കെൻ്റെ പ്രൈവസിയും കരിയറും വളരെ പ്രധാനമാണ്. വീട്ടിലെ കാര്യങ്ങളിലും എൻ്റേതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുകയുള്ളൂ. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യം വൈശാലിയുടെ ചെവിയിൽ തുളച്ചു കയറുന്നുണ്ടായിരുന്നു. അവൻ്റെ അഹങ്കാരം നിറഞ്ഞ സംസാരവും കടുപ്പമേറിയ നിർബന്ധനയും കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ ദേഷ്യം വിരച്ചു കയറി. ഇത്രയും ലുക്കുള്ളവൻ ഇത്രക്ക് അഹങ്കാരിയായിരുന്നു. അവൾ മനസ്സിൽ കരുതി. ആദ്യത്തെ ആ മതിപ്പൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ അവനോടുള്ള വെറുപ്പായി മാറാൻ തുടങ്ങിയിരുന്നു അവൾക്ക്. പിന്നീട് അവർ ഒരുപാട് നേരം സംസാരിച്ചു. ആ കോഫി ഷോപ്പിൽ നിന്നും ഇന്ദ്രജിത്ത് വൈശാലിയും ഇറങ്ങി. നഗരത്തിൻ്റെ തിരക്കുകൾക്കപ്പുറം തികച്ചും ശാന്തമായ അന്തരീക്ഷമായിരുന്നു കാവേരിയുടെ ലോകം. പക്ഷേ പുറത്തെ ആ ശാന്തത അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. അവിടെ ആശങ്കകളുടെ തിരമാലകൾ അലയടിച്ചു കൊണ്ടേയിരുന്നു. മോളെ, തനു, ലഞ്ച് ബോക്സ് മുഴുവൻ തീർക്കണം കേട്ടോ, ഒട്ടും കളയരുത്. മകളുടെ സ്കൂൾ ബാഗിലെ സിബ് വലിച്ചുകൊണ്ട് കാവേരി വാത്സല്യത്തോടെ ഓർമ്മിപ്പിച്ചു. ശരി അമ്മേ. ആ കൊച്ചു സുന്ദരി തൻ്റെ വലിയ കണ്ണുകൾ മീച്ച് നിഷ്കളങ്കമായി തലയാട്ടി. സ്കൂൾ വരാന്തയിൽ വെച്ച് ടീച്ചർ വന്ന് കുട്ടിയെ അകത്തേക്ക് കൊണ്ടുപോയി. പതിയെ അന്തരീക്ഷത്തിൽ ക്ലാസ്സിലെ ഇവിടെ ഇരിക്കണമെന്ന് അറിയാതെ പതറി നിന്ന ആ കുഞ്ഞിൻ്റെ അരികിലേക്ക് ടീച്ചർ കനിവോടെ എത്തി.
ഹേ സ്വീറ്റി, എന്താ മോളുടെ പേര്? തനു. അവൾ തൻ്റെ കൊച്ചു കൈകൾ കൂട്ടിപ്പിടിച്ച് കൊഞ്ചലോടെ മറുപടി നൽകി. രണ്ടാമത്തെ ബെഞ്ചിൽ അവളെ സുരക്ഷിതമായി ഇരുത്തി ടീച്ചർ യാത്രയാക്കി. മകൾ ക്ലാസ്സിനുള്ളിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുമ്പോഴും കാവേരിയുടെ മനസ്സ് അടുത്ത കണക്കുകൂട്ടലിലാണ്. ജോലിയുടെ തിരക്കിനിടയിൽ ഉച്ചയ്ക്ക് സ്കൂൾ വിടുമ്പോൾ ഈ കുഞ്ഞുമോളെ എങ്ങനെ പോയി കൂട്ടിക്കൊണ്ടുവരും? ദിവസവും ഓഫീസിൽ നിന്ന് പെർമിഷൻ ചോദിക്കാനും പറ്റില്ലല്ലോ. ഒരു സ്കൂൾ വാൻ ഏർപ്പാടാക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചുകൊണ്ടാണ് ആകുലതകൾ നിറഞ്ഞ മനസ്സോടെ കാവേരി തൻ്റെ ജോലി സ്ഥലത്തേക്ക് നടന്നത് തന്നെ. കോളേജ് ഗേറ്റിന് മുന്നിൽ മൊബൈലിൽ വിരലോടിച്ച് അക്ഷമയായി കാത്തു നിൽക്കുകയായിരുന്നു യാമി. വെയിലിൻ്റെ ചൂടിൽ അവളുടെ മുഖം അല്പം വാടിയിരുന്നെങ്കിലും ദൂരെ നിന്ന് തൻ്റെ ഏട്ടൻ്റെ പരിചിതമായ കാർ വന്നത് കണ്ടപ്പോൾ അവളുടെ മുഖം വിടർന്നു. കാർ ബ്രേക്കിട്ട് നിന്നതും കാത്തു നിൽക്കാതെ അവൾ ഓടിച്ചെന്ന് മുൻ സീറ്റിൽ തന്നെ ഇരുപ്പുറപ്പിച്ചു. എ സിയുടെ തണുപ്പിലേക്ക് ചാരിയിരുന്ന അവൾ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. താങ്ക്സ് തച്ചു ഏട്ടാ, വിളിച്ച ഉടനെ വന്നല്ലോ. ഇതാണ് എൻ്റെ സ്വീറ്റ് ഏട്ടൻ. അവൾ ആവേശത്തോടെ അവനെ നോക്കി പറഞ്ഞു. മതി മതി നീ സോപ്പിട്ടത്. ഇന്ദ്രജിത്ത് കാർ ഗിയറിൽ മാറ്റുന്നതിനിടയിൽ അവളെ ഒന്ന് പാളി നോക്കി. എടി JCB, വണ്ടി കേടായാൽ വല്ലപ്പോഴും ബസ്സിലോ ഓട്ടോയിലോ ഒക്കെ വരാൻ പഠിക്കണം നീ. എപ്പോഴും ഈ കാർ തന്നെ വേണമെന്ന് വാശി പിടിക്കരുത് നീ. ഇതൊക്കെ നാളെ നിനക്ക് ഗുണം ചെയ്യും. പുറം ലോകം ഒന്ന് അറിയണ്ടേ നിനക്ക്? ഓ, ഇന്ദ്രജിത്ത് സാറിൻ്റെ ഉപദേശം തുടങ്ങിയല്ലോ. യാമി ചുണ്ടുപിളർത്തി മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്തായേട്ടാ, പപ്പ ഇത്രയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത് ഞാൻ ഈ കാറിൽ രാജകുമാരിയെ പോലെ യാത്ര ചെയ്യാൻ വേണ്ടിയല്ലേ. അതുകൊണ്ട് ആ ഉപദേശമൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. ഇപ്പോൾ വണ്ടി വിടയട്ടെ. അവളുടെ കുസൃതി കലർന്ന മറുപടി കേട്ട് ഇന്ദ്രജിത്ത് അറിയാതെ തലയിൽ കൈവച്ചു പോയി. സ്വന്തം അനിയത്തിയുടെ തൻ്റെ ഇടത്തിന് മുന്നിൽ പലപ്പോഴും അവന് തോറ്റുകിടക്കേണ്ടി വരാറുമുണ്ട്. ഓഫീസിൽ നിന്ന് പതിവിലും നേരത്തെയാണ് കാവേരി ഇറങ്ങിയത്. സ്കൂൾ വിട്ടു വരുന്ന തനുമോൾ ഒരു സർപ്രൈസ് കൊടുക്കണം, അതായിരുന്നു അവളുടെ മനസ്സിൽ. വീട്ടിലേക്കുള്ള വഴിയിൽ ടൗണിലെ കടയിൽ നിന്നും തനുവിനായി പുതിയൊരു ജോഡി മനോഹരമായി മിന്നുന്ന ചെരുപ്പുകൾ അവൾ വാങ്ങി. വീടിൻ്റെ ഉമ്മറത്തെത്തിയ പാടെ അവൾ മകളെ അരികിലേക്ക് വെച്ചു. തനുക്കുട്ടി, ഒന്ന് ഇങ്ങോട്ട് വന്നേ. അമ്മ എന്താ ഒന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയേ. അമ്മയെ കണ്ട ആവേശത്തിൽ ഓടി വന്ന മോളെ കാവേരി മടിയിലിരുത്തി. നോക്കിയേ, നിനക്ക് ഈ ചെരുപ്പ് ഇഷ്ടമായോ? ഇതൊന്ന് ഇട്ടു നോക്കിക്കേ. എൻ്റെ സുന്ദരിക്കുട്ടി ഇതൊന്ന് ഇട്ട് നടക്കുന്നത് അമ്മക്ക് കാണണം. തൻ്റെ കുഞ്ഞു പാദങ്ങൾ ആ പുതിയ ചെരുപ്പിനുള്ളിലേക്ക് മെല്ലെ വഴുതി വെച്ച് അമ്മയുടെ കൈകളിൽ തൂങ്ങി അവൾ കൊച്ചു കൊച്ചു ചുവടുകൾ വെച്ചു. അമ്മേ, സ്കൂളിൽ പോകുമ്പോൾ വലിയ ഷൂ അല്ല ഇടേണ്ടേ? പിന്നെന്തിനാ ഇപ്പൊ ഈ മിന്നുന്ന ചപ്പൽ? കണ്ണു വിടർത്തി അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. അതിനും മറുപടിയുണ്ട് മോക്ക്. സ്കൂളിൽ നിന്ന് പുതിയ ഷൂ കിട്ടാൻ കുറച്ച് ദിവസമെടുക്കും മോളെ. അതുവരെ എൻ്റെ കുട്ടിക്ക് നടക്കാൻ ഇത് വേണ്ടേ? പഴയത് അറ്റുപോകാൻ തുടങ്ങിയില്ലേ? കാല് വേദനിച്ചാലോ? ഇതാകുമ്പോൾ നല്ല സുഖമായിരിക്കും. കാവേരി അവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്ക് കുടിക്കാൻ പാലും ബിസ്ക്കറ്റും നൽകിയ ശേഷം കാവേരി സ്കൂൾ ബാഗ് പരിശോധിച്ചു. ലഞ്ച് ബോക്സ് തുറന്നപ്പോഴാണ് അവളുടെ മുഖം വാടിയത്. താൻ കൊടുത്തുവിട്ട 2 ചപ്പാത്തികൾ പകുതി പോലും അവൾ കഴിച്ചിട്ടില്ല. തനു, ലഞ്ച് ബോക്സ് കാലിയാക്കണമെന്ന് അമ്മ രാവിലെ പറഞ്ഞതല്ലേ നിന്നോട്? ഈ ബാക്കി വെച്ചത് ആർക്ക് വേണ്ടിയാ? ഇങ്ങനെ പോൽ എൻ്റെ കുട്ടിക്ക് എങ്ങനെയാ ആരോഗ്യമുണ്ടാവുക? അല്പം ഗൗരവത്തിൽ തന്നെ കാവേരി അവളോടായി ചോദിച്ചു. ചുണ്ടിന് മുകളിലെ പാലിൽ പാടുമായി തനു പതുക്കെ പറഞ്ഞു. എൻ്റെ വയറ് നിറഞ്ഞമ്മേ, സത്യം. അതുകൊണ്ടാ കുറച്ചു ബാക്കി വന്നത്. നാളെ ഞാൻ എല്ലാം കഴിച്ചോളാം. നാളെയും ഇത് ആവർത്തിച്ചാൽ ഞാൻ നിന്റെ ടീച്ചറോട് പറയും കേട്ടോ. കാവേരി കപട ഗൗരവത്തിൽ അവളുടെ നോട്ട് ബുക്ക് പരിശോധിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ടായിരുന്നു സ്കൂൾ? പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ എൻ്റെ മോക്ക്? അമ്മേ, എൻ്റെ പുതിയ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് ലാസ്യ എന്നാണ്. അവൾ എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ടീച്ചർ ഞങ്ങളെ ഒരുപാട് കളിപ്പിച്ച അമ്മേ. എനിക്ക് സ്കൂൾ ഒരുപാട് ഇഷ്ടമായി. കൊഞ്ചിക്കൊണ്ടുള്ള അവളുടെ സംസാരം കേട്ടു നിൽക്കുമ്പോൾ കാവേരിയുടെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം പമ്പ കടന്നു. കാവേരിയുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു അവൾ. ഉമ്മറത്ത് നൃത്തവിദ്യാലയം എന്നൊരു ബോർഡും അവൾ വെച്ചു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ടായിരുന്നു അവൾക്ക്. ഈ നാട്ടിൽ ആർക്കും തന്നെ അറിയില്ല. ആരെങ്കിലും തൻ്റെ അടുത്ത് നൃത്തം പഠിക്കാൻ വരുമോ? അവളുടെ മുഖത്തെ വാട്ടം കണ്ട സുശീലാമ്മ പറഞ്ഞു. കാവേരി, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് മോളെ?
ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വഴി ഒന്ന് പരസ്യം കൊടുത്താൽ മതി, കുട്ടികൾ ഇങ്ങോട്ട് ഒഴുകിയെത്തും. വേണ്ട സുശീലാമ്മേ, എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും വേണ്ട. ഞാൻ എവിടെയിരുന്നോ എങ്ങനെയുണ്ടോ എൻ്റെ വീട്ടുകാർക്കറിയില്ല. അവർ എന്നെ തിരിഞ്ഞു വരുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. കാവേരിയുടെ സ്വരം ഇടറി. തൻ്റെ കൈപ്പേറിയ ഭൂതകാലത്തിൽ നിന്നും ഒളിച്ചോടാനാണ് അവൾ ആഗ്രഹിച്ചത്. ശരി മോളെ, നിന്റെ ഇഷ്ടം. നീ ജോലിക്ക് പോകുമ്പോൾ തനുവിനെ എൻ്റെ അടുത്ത് നിർത്തിക്കോ. എനിക്കും തനിച്ചിരിക്കുമ്പോൾ വല്ലാത്ത ബോറാണ്. ഈ കുറുമ്പിയുടെ കൂടെ ഇരുന്നാൽ സമയം പോകുന്നത് അറിയേയില്ല. സുശീലാമ്മ ചിരിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു.